ഹലോ, ഇന്ന് നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഈവനിങ് ആയിരുന്നേ. അപ്പോൾ എനിക്ക് തോന്നി ക്യാൻഡിലൊക്കെ കത്തിച്ചൊരു വിൻറ്റേജ് ജേണൽ ചെയ്തേക്കാം. ഇതിപ്പോൾ ഈ വിൻറ്റേജ് ജേണൽ യൂസ് ചെയ്തിട്ട് കുറേ നാളായി. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പാറ്റേൺ പേപ്പേഴ്സും സ്റ്റിക്കേഴ്സൊക്കെ എങ്ങനെയാണെന്നുള്ള ഒരു ഐഡിയ ഒക്കെ എനിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓരോ പാറ്റേൺ പേപ്പേഴ്സും സ്റ്റിക്കേഴ്സൊക്കെ നോക്കി ഇന്നത്തെ ജേണലിന് വേണ്ടത് ഏതൊക്കെയാണെന്ന് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ടേ. ജേണൽ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനേക്കാളും എനിക്കിഷ്ടം ജേണൽ ചെയ്യുന്ന ആ പ്രോസസ്സല്ലേ, അതാണ്. ഈ ജേണലിങ്ങിൽ ഏറ്റവും കൂടുതൽ ടൈം ആകുന്നത് പാറ്റേൺ പേപ്പേഴ്സും സ്റ്റിക്കേഴ്സൊക്കെ ഏത് യൂസ് ചെയ്യണം അല്ലെങ്കിൽ അത് എവിടെ പ്ലേസ് ചെയ്യണം എന്നൊക്കെ ആലോചിച്ചിട്ടാണ്. ഞാൻ ചെയ്യുന്നത് ഒരു പ്രോപ്പർ ജേണലിംഗ് ഒന്നുമല്ല, പക്ഷേ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. കൂടുതലും ഞാൻ ഈ ജേണലിംഗ് ചെയ്യുന്നത് ഓവർ തിങ്ക് ചെയ്ത് മൈൻഡൊക്കെ ഡള്ളായിരിക്കുന്ന സമയത്തായിരിക്കും. അതുപോലെ മൈൻഡ് നല്ല കാമായിരിക്കുന്ന സമയത്തും ജേണൽ ചെയ്യാറുണ്ട്. ഇന്നിപ്പോൾ അങ്ങനെ ഒരു ദിവസമായിരുന്നു. ഇതിങ്ങനെ ഓരോന്നും നോക്കുന്ന സമയത്ത് എനിക്ക് ജേണൽ ചെയ്യാൻ ആവശ്യമായതൊക്കെ ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതിൽ ചില പീസൊക്കെ എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ട് ഞാൻ യൂസ് ചെയ്യാതെ വച്ചിരിക്കുന്നതും ഉണ്ട് കേട്ടോ. അത് കുഞ്ഞിലെ മുതലുള്ള ഒരു ശീലമാണേ. അതത്ര നല്ല ശീലമൊന്നുമല്ല, എന്നാൽ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാതെ മാറ്റി വയ്ക്കും. പിന്നെ എപ്പോഴെങ്കിലും അതിരുന്ന് കേടാവുന്നെന്ന് തോന്നുമ്പോൾ എടുത്ത് യൂസ് ചെയ്യും. പക്ഷേ ചില കംഫർട്ടായിട്ടുള്ള സാധനങ്ങളോ ഡ്രസ്സോ ഒക്കെ ആണെങ്കിൽ എത്ര കേടുവന്നാലും കളയാൻ മനസ്സ് വരികയില്ല. പിന്നെ ഈ കിറ്റിൽ ഒരേ പാറ്റേണിൽ വരുന്ന കുറേ ജേണൽ സപ്ലീസ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഒരു ജേണൽ ചെയ്താലൊന്നൊരു പ്ലാനുണ്ട്. കൂടുതലും എൻ്റെ ജേണൽസൊക്കെ ഒരു പ്ലാനും ഐഡിയ ഇല്ലാതായിരിക്കും ഞാൻ തുടങ്ങുന്നത്. ചില ജേണൽസൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരു നീറ്റ്നെസ് ഫീൽ ചെയ്യാറുണ്ട്, പക്ഷെ ചിലത് ചെയ്ത് കഴിയുമ്പോൾ ഒരു മെസ്സി ഫീൽ ആയിരിക്കും തോന്നുന്നത്. ഇന്ന് കാമായിട്ടൊക്കെ ഇരുന്നാണ് ജേണൽ ചെയ്യാൻ തുടങ്ങിയതെങ്കിലും ഔട്ട്പുട്ട് കുറച്ച് മെസ്സിയായിരുന്നു. ഇതിലെ സ്റ്റിക്കേഴ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു സെറ്റ് ഓഫ് സ്റ്റിക്കേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നൊരു സ്റ്റിക്കർ പോലും ഞാനിതുവരെ യൂസ് ചെയ്തിട്ടില്ല. നോക്കി വന്നപ്പോൾ ഇതുവരെ യൂസ് ചെയ്ത കുറേ സെറ്റ് ഇരിപ്പുണ്ട്. ഇതൊക്കെ ഇങ്ങനെ വാരിയിട്ട് നിരത്തിയിരിക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് വെക്കേഷൻ ബൈബിൾ സ്കൂളാണ്. അതിൽ നമുക്ക് ഓരോ കിറ്റ് കിട്ടും, കളർ ചെയ്യാനും സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാനും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടാവും. അതുപോലെ തന്നെ മാഗസീനിൽ നിന്നും ബാലരമയിൽ നിന്നും ഒക്കെ കട്ട് ചെയ്ത കുറേ പിക്ചേഴ്സും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. 7ാം ക്ലാസ്സിൽ എൻ്റെ പോർട്ട്ഫോളിയോ ഫുള്ളും കുത്തിയറച്ചിട്ടുണ്ടായിരുന്ന ആ സ്റ്റിക്കേഴ്സ് വെച്ചിട്ടായിരുന്നു. വെക്കേഷൻ ആകുമ്പോൾ അതൊക്കെ തിരിച്ച് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞാൻ അതെല്ലാം ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. വെക്കേഷൻ ടൈമിൽ സ്കൂളിൽ ഇൻസ്പെക്ഷൻ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു അതൊന്നും നമുക്ക് തിരിച്ച് തന്നു വിട്ടില്ല. അതോർക്കുമ്പോൾ ഇപ്പോഴും ചെറിയ സങ്കടമൊക്കെ ഉണ്ട്, കാരണം എൻ്റെ കളക്ഷൻ ഫുള്ളും അതിലായിരുന്നു. അതുപോലെ ഞാൻ കളക്ട് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളാണ് ഈ ക്യാൻഡ്മാൻ്റെയും ഇക്ലൈസിൻ്റെ ഒക്കെ അകത്തിരിക്കുന്ന സ്റ്റിക്കേഴ്സ്. അതൊക്കെ പറ്റി ഇപ്പോഴും ഞാൻ കളക്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഇതൊക്കെ എന്തിനാണ് കളക്ട് ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. എനിക്കിതൊക്കെ മുറിച്ചെടുക്കുമ്പോഴുള്ള സൗണ്ട് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് മാക്സിമം എല്ലാം കൈ കൊണ്ട് തന്നെ ഞാനിങ്ങനെ കീറിയെടുക്കും. എപ്പോഴത്തെ പോലെ ആദ്യം 2 സൈഡിലായിട്ട് വെച്ചു. പിന്നെ വിചാരിച്ചു എപ്പോഴും ഇങ്ങനെയല്ലേ ചെയ്യുന്നത്, ഒന്ന് മാറ്റി ചെയ്ത് നോക്കാം. എല്ലായിടത്തും നിരത്തി കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് മനസ്സിൽ വരുമെന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്, പക്ഷേ ഒന്നും വന്നില്ല. അതുകൊണ്ട് തോന്നിയ പോലെ കുറേ പേപ്പേഴ്സൊക്കെ എടുത്ത് ഒട്ടിച്ച് വെക്കുന്നുണ്ടേ. ഇതൊക്കെ ഒട്ടിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഫെവി സ്റ്റിക്ക് തീർന്നു പോയി. ഇതൊക്കെ ഫെവി സ്റ്റിക്ക് വെച്ചിട്ട് ഒട്ടിക്കുന്നതാണ് എനിക്ക് കുറച്ചുകൂടി കംഫർട്ട്. പിന്നെ അത് തീർന്നു പോയതുകൊണ്ട് ഫെവിക്കോൾ എടുക്കേണ്ടി വന്നു. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇതത്ര പ്രൊഫഷണലായിട്ടൊന്നുമല്ല ഞാൻ ചെയ്യുന്നത്. ഇതങ്ങനെ ചെയ്യാൻ എനിക്ക് വലിയ ഐഡിയ ഇല്ല. പക്ഷേ ഇതെൻ്റെ മൈൻഡൊക്കെ കാമാക്കാനും ഫോക്കസ് ചെയ്തിരിക്കാനും ഒക്കെ എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലത്ര ഒരു ഭംഗിയോ പെർഫെക്ഷനോ ഒന്നും വേണമെന്ന് എനിക്ക് തോന്നാറില്ല. എങ്കിലും ഓരോ തവണ അടിപൊളിയാണെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓവറായിട്ട് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ബോറാക്കിയോന്ന് തോന്നി. ഈ പേജ് ഫുള്ളും കുത്തി നിറച്ച് ഫില്ലാക്കണമെന്ന് എനിക്കില്ലായിരുന്നു, പക്ഷേ ചെയ്തു വന്നപ്പോൾ അങ്ങനെയൊക്കെ ആയിപ്പോയി. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ മെസ്സായിട്ടുള്ള ജേണൽ അപ്ലോഡ് ചെയ്യണമെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നേ. പിന്നെ തോന്നി എല്ലാ കാര്യങ്ങളും നമുക്ക് എപ്പോഴും പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റണമെന്നൊന്നും ഇല്ലല്ലോ. ഈ പേജ് ഫുള്ളും പേപ്പേഴ്സ് കുത്തി നിറച്ച് ഒട്ടിച്ചതുകൊണ്ട് എൻ്റേതായ എന്തെങ്കിലുമൊക്കെ ഇതിൽ ആഡ് ചെയ്യണം തോന്നിയിട്ടാണ് ഞാൻ കുറച്ച് പിക്ചേഴ്സൊക്കെ ഇതിൽ വരച്ചു കൊടുത്തത്. പിന്നെ ഒരു വൈറ്റ് പേപ്പർ ചുരുട്ടിയെടുത്ത് ഇതിലൊട്ടിച്ചിട്ട് ഒരു കോട്ടും കൂടെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഏതോ ഒരു ജേണൽ പിൻട്രസ്റ്റിൽ കണ്ടതാണ്. ജേണൽ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ബെഡിൻ്റെ കോലം ഇങ്ങനെയായി. അപ്പോൾ ഇതൊക്കെ ഇനി നീറ്റാക്കി വെക്കുന്നതാണ് അടുത്ത പണി. അപ്പോൾ എപ്പോഴും ഇങ്ങനത്തെ ജേണൽ ചെയ്യുമ്പോൾ കുറച്ചധികം സമയം നമുക്കുള്ളപ്പോൾ മാത്രം ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.